റെസിപ്പി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന അടിപൊളി ടേസ്റ്റിലുള്ളൊരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയാണ്. ഇതിൽ ചേർക്കുന്ന തക്കാളിയും സവാളയും ഒക്കെ നമ്മൾ വേവിച്ച് ചേർക്കുന്നതുകൊണ്ട് ഇതിൽ ഒരുപാട് ഓയിലൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ഇനി ഇതിലേക്ക് 1.25 കിലോ ബീഫാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 സവാളയും 2 തക്കാളിയും എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി ഇതിലേക്ക് അല്പം മസാലകൾ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, 1 സ്പൂണ് ഗരം മസാലപ്പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി ഈ ടൈമിൽ നമ്മൾ എടുത്തു വെച്ച 2 തക്കാളിയും 2 സവാളയും ചേർത്ത് കൊടുക്കണം. ഇനി പുളിക്ക് ആവശ്യത്തിനുള്ള ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കണം. ഒരു വലിയ ലെമണിൻ്റെ ജ്യൂസാണ് ഞാൻ ചേർത്തത്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് 1/4 ഭാഗം വേവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പം ഞാനിത് അടുപ്പിലേക്ക് മാറ്റി ഇനി 6 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഈ ടൈം കൊണ്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസുകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇതിലേക്ക് 5 കപ്പ് ജീരകശാല റൈസാണ് ഞാനിവിടെ എടുക്കുന്നത്. 5 കപ്പ് റൈസ് വേവിച്ചെടുക്കാൻ 8 കപ്പ് വെള്ളം എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും അല്പം ഗരം മസാലയും ചേർത്ത് കൊടുത്തു. ഞാനിതിലേക്ക് ചേർത്തത് 1 കഷ്ണം പട്ടയും 1 സ്പൂണ് ഏലക്കയും 1/2 സ്പൂണ് ഗ്രാമ്പൂവും 3 വയനയിലയുമാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. 3 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇനി ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയൊരു ലെമണിൻ്റെ ജ്യൂസാണ് ഞാനിതിലേക്ക് ചേർത്തത്. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ചു വന്നു. ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരുന്ന റൈസ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന വരെ അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കണം. ഇപ്പം നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന റൈസിലെ വെള്ളമൊക്കെ വറ്റി വന്നു. റൈസ് ഒരു 60% വേവിൽ കിട്ടിയിട്ടുണ്ട്. ഈ വേവിലാണ് നമ്മൾ റൈസ് വേവിച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് അല്പം ചൂടുവെള്ളം ചേർത്ത് നമുക്കൊന്ന് ഊറ്റിയെടുക്കണം. ഇങ്ങനെ നമ്മൾ റൈസ് ഊറ്റിയെടുക്കുമ്പോൾ ഇതിൽ കൂടുതലുള്ള പശയൊക്കെ പോയി കിട്ടും. റൈസ് എല്ലാം ഊറ്റിയെടുത്തു. ഇനി നമുക്കിതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ചിരുന്ന ബീഫും ഇപ്പോൾ പാകത്തിന് വെന്തുവട റെഡിയായി. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് 1 സവാള ഫ്രൈ ചെയ്തെടുക്കണം. 4 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് അതിലേക്ക് സവാള ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് ഗോൾഡൻ നിറത്തിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം ഇതിവിടെ റെഡിയായി വന്നു. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഉള്ളി ഫ്രൈ ചെയ്തെടുത്ത് ബാക്കി വന്ന ഓയിലിലേക്ക് അല്പം കാഷ്യൂ നട്ട്സും കിസ്മിസും ചേർത്ത് കൊടുത്തു. ഇതും നമുക്കൊന്ന് ഗോൾഡൻ നിറത്തിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് 2 ഉണ്ട വെള്ളുള്ളിയും മീഡിയം കഷ്ണം ഇഞ്ചിയും എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും എടുക്കുന്നുണ്ട്. ഇതൊന്ന് ചതച്ചെടുക്കണം. ഒരു ബിരിയാണി പോട്ടിലേക്ക് നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്തെടുത്ത ഓയിലിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്തു. ഇനി ഇതൊന്ന് ചൂടായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇനി ഇതിലേക്ക് ചില്ലി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തു. ഇനി ഇതിൽ നിന്ന് നല്ല സ്മെല്ല് വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം ഇതിവിടെ റെഡിയായി. ഇതിൽ നിന്ന് നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം.
ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ബീഫ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ബിരിയാണിക്കുള്ള റൈസ് അധികം വേവിക്കാത്തതുകൊണ്ട് ബീഫ് വേവിച്ച വെള്ളം ഈ മസാലയിൽ ചേർത്താലും ബിരിയാണിക്ക് വേവൊന്നും കൂടുതലാവില്ല. ഇനി ഇതിലേക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 സ്പൂണ് ഗരം മസാലപ്പൊടിയും 1/4 കപ്പ് വീതം മല്ലിയിലയും പുതിനയിലയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ടൈമിൽ ഇതിൽ ഉപ്പും പുളിയും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. പുളി കുറവുണ്ടെങ്കിൽ തൈര് ചേർക്കരുത്, ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കണം. ഇതിലൊന്നും കുറവില്ലാത്തതുകൊണ്ട് എനിക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിനു മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന റൈസിൽ നിന്ന് പകുതി ഭാഗം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ലെവൽ ചെയ്തെടുത്ത ശേഷം ഇതിന് മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഉള്ളി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിനു മുകളിൽ ബാക്കി ഫുള്ള് റൈസും ചേർത്ത് ലെവൽ ചെയ്തെടുക്കണം. ഇനി ഇതിനു മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കാഷ്യൂ നട്ട്സ്, കിസ്മിസ്, അല്പം മല്ലിയില, പുതിനയില, 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, 1 സ്പൂണ് നെയ്യ് ഇതെല്ലാം ചേർത്ത് കൊടുക്കണം. ഇനി ഇത് അടച്ചു വെച്ച് ആവി വരും വരെ ഫുൾ തീയിലും ആവി വന്നതിന് ശേഷം ചെറിയ തീയിൽ 6 മിനിറ്റും ദം ചെയ്തെടുക്കണം. 6 മിനിറ്റിന് ശേഷം അടുപ്പ് ഓഫ് ചെയ്ത് 15 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ 15 മിനിറ്റിന് ശേഷം ബിരിയാണി ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തു. നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ബീഫ് ബിരിയാണി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് ഓയിലൊന്നും ചേർക്കാതെ വളരെ ടേസ്റ്റിയായി ഉണ്ടാക്കാവുന്ന ഒരു ബിരിയാണിയാണ്. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. ഇനിയും നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം എൻ്റെ സലാം.